ഹായ് എല്ലാവർക്കും ടൂൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം മാറ്റങ്ങളോട് കൂടി പുതിയൊരു മൈസ്ട്രോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ മൈസ്ട്രോയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പുതിയ മൈസ്ട്രോ എന്ന് പറയുന്നത്. ഒരുപാട് അധികം മാറ്റങ്ങളോട് കൂടിയിട്ടാണ് പുതിയൊരു മൈസ്ട്രോ ലോഞ്ച് ആയിരിക്കുന്നത്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. പ്രധാനമായും മാറ്റം വന്നിരിക്കുന്നത് ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. കംപ്ലീറ്റ്ലി LED പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു വൈസറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു പീസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 കളേഴ്സ് നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഒരു റെഡ്, ഒരു മാറ്റ് ബ്ലാക്ക്, ഒരു പിയാനോ ബ്ലാക്ക്. അങ്ങനെയാണ് ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു DRL കൊടുത്തിട്ടുണ്ട്. അതും ഒരു പിയാനോ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രണ്ട് ഭയങ്കര മസ്കുലറായിട്ടുള്ളൊരു ഫ്രണ്ട് ഡിസൈനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ ഒരു 2 ചെറിയ എയർവെൻറ്റ് പോലെയുള്ള ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് ഈ മൈസ്ട്രോ എഡ്ജിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് മഡ് ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും കുറച്ചൊരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും DRLൻ്റെ ഒരു ഡിസൈനോട് കൂടി മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു മൈസ്ട്രോ എഡ്ജ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറും ഇവിടെ 125 എന്ന് പറഞ്ഞ സ്റ്റിക്കറും മാത്രമേ ഉള്ളൂ. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഒരു FI ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് എൻഡ് ലുക്ക് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയറിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് സൈഡ് വ്യൂ. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ്. 5 സ്പോക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ഷോക്കും ഡിസ്ക് ബ്രേക്കും തന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഡ്രം ബ്രേക്കാണ് വരുന്നത്. 5 സ്പോക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് തന്നെയാണ് ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 10 ഇഞ്ചാണ്. സൈസ് ഡിഫറൻസ് ഉണ്ട്, 12 ആൻഡ് 10. അപ്പോൾ ഫാമിലി യൂസിന് വേണ്ടി ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് അത്യാവശ്യം സ്പേസൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഫുട് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3D ബാഡ്ജിങ് ആണ്. മൈസ്ട്രോ എഡ്ജ് 125 എന്ന് പറഞ്ഞൊരു 3D എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിക്ക് സ്റ്റാർട്ടിൻ്റെ ലിവറുണ്ട്. അതുകൂടാതെ തന്നെ ഒരു അലൂമിനിയം ഫുഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പില്ലിയൻ സൈഡിൻ്റെ ഫുഡ് റെസ്റ്റ് ഒരു അലൂമിനിയം പീസാണ്. അതുകൂടാതെ നല്ല വീതിയേറിയ സോഫ്റ്റ് കുഷ്യനോട് കൂടിയിട്ടുള്ള സീറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നല്ല വീതിയേറിയ നല്ല സോളിഡായിട്ടുള്ള ബോഡി കളറോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ അവിടെയും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കിൽ പ്രധാനമായിട്ട് ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ലൈറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് ഒരു LED യൂണിറ്റും ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഹാലജൻ യൂണിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ആണ് ഒരു ഹീറോയുടെ ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പീസിനൊരു യൂസും കൂടിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്യൂൽ ലിഡാണ്. ആ ഫ്യൂൽ ലിഡ് തുറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീയിൽ തന്നെയാണ്. അത് പുഷ് ചെയ്ത് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ഓപ്പൺ ആവും. നമ്മൾ ഈ കാറിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആൻഡ് ക്ലോസ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇറങ്ങി സീറ്റൊന്നും പൊക്കി ഇത് ലിഡ് തുറക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ കീയിൽ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും. അതാണ് ഈ ഒരു ബാക്ക് എൻഡ് പോർഷനിലാണ് മെയിനായിട്ട് വരുന്നത്. ഈ ഫ്യൂൽ ലിഡ് തുറക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഈ സീറ്റ് തുറക്കുന്നതും ഈ കീ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സീറ്റും തുറക്കുന്നത്. പക്ഷേ സീറ്റ് തുറക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യാതെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് തുറക്കാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കണ്ട പോലെ തന്നെ ഒരു 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു മഫ്ലറിൻ്റെ സൈഡ്, അതായത് സൈലൻസറിൽ നമുക്ക് ഹീറ്റ് ഷീൽഡായിട്ടൊരു കാർബൺ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഓവറോൾ ലുക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അത് ഞാൻ ഇനിയിപ്പോൾ നമ്മളുടെ ഈ കീ കോമ്പിനേഷൻ കീയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഒരു വാഹനത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹൃദയഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 125 cc സിംഗിൾ സിലിണ്ടർ സിംഗിൾ ഓവർഹെഡ് ക്യാമോട് കൂടിയ 2 വാൽവ് എഞ്ചിനാണ്. ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്യൂൽ ഫീഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 7000 RPM 9 bhp പീക്ക് പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ടോർക്ക് എന്ന് പറയുന്നത് 10.4 Nm 5500 RPM ആണ്. 50 to 55 ആണ് ഹീറോ ക്ലെയിം ചെയ്യുന്ന മൈലേജ്. 45 to 50 ആ ഒരു റേഞ്ചിൽ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഹീറോയുടെ തന്നെ പേറ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ഈ ഒരു പർട്ടിക്കുലർ സ്കൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ PGMFI എന്ന് പറയുന്ന പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ i3s എന്ന് പറയുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ അത് സ്വിച്ചബിൾ i3s ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിൽ സ്വിച്ച്
ആയിട്ടല്ല ഇവിടെ ഒരു ബ്ലൂ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് I3S ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ളതാണ്, ഓൺ ഓഫ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് പറ്റുന്ന രീതിയിലാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു USB പോർട്ട് ചാർജിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്കൊരു നൈറ്റ് ടൈമിലൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് ഒരു LED ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന ഒരു നോബാണ് ഈ കൊടുത്തിരിക്കുന്നത്. സീറ്റ് അടയുന്ന സമയത്ത് ഇതിൽ പ്രസ്സായിട്ട് ഈ ലൈറ്റ് കട്ട് ഓഫ് ആവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഫോൺ ഹോൾഡ് ചെയ്യാനും അത്യാവശ്യം കാർഡ്സൊക്കെ ഹോൾഡ് ചെയ്യാനും പറ്റിയ രീതിയിലുള്ളൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോറേജിൻ്റെ ഫീച്ചേഴ്സ് അത്രയേ ഉള്ളൂ. അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള നല്ല കുഷ്യനോട് കൂടിയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ കീ ഉപയോഗിച്ചാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നതും സീറ്റ് ഓപ്പൺ ചെയ്യുന്നതും അതുകൂടാതെ ഹാൻഡിൽ ലോക്ക് ചെയ്യുന്നതും പിന്നെ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്നതും എല്ലാം ഈ ഒരു സിംഗിൾ കീ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനെ കുറിച്ച് ആദ്യം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. മൊത്തത്തിൽ ആ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്, ഇത് 3 ഫങ്ഷൻസും ഈ ഒരു ഒറ്റ സ്വിച്ചിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഹോൺ വരുന്നുണ്ട്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബോഡി കളറായിട്ടുള്ള ഒരു പാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 കളേഴ്സ് നമുക്ക്, അതായത് 3 ഡിഫറൻറ്റ് ടെക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കളേഴ്സ് കാണാം. ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു ബോഡി കളറായിട്ടുള്ളൊരു പീസുണ്ട്, പിന്നെ ഒരു പിയാനോ ബ്ലാക്കും കാണാം. പിന്നെ മിറേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഈ മിറേഴ്സിന് ചെറിയൊരു വ്യത്യാസം, ഡിസൈനിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. ഡിസൈൻ കുറച്ചുകൂടെ ലൈറ്റാക്കി. മുമ്പ് കുറച്ചുകൂടി ഓവർ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മിറേഴ്സ് ആയിരുന്നു മൈസ്ട്രോയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് കിൽ സ്വിച്ച് അല്ല, ഇത് I3Sൻ്റെ കട്ട് ഓഫ് സ്വിച്ചാണ്. ഓണും ഓഫും അതിനാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചബിൾ I3S ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സെൽഫ് സ്റ്റാൻഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. പിന്നെ ഇതിന് സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സൈഡ് സ്റ്റാൻഡ് കിടക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവില്ല. സൈഡ് സ്റ്റാൻഡ് മാറ്റിയാൽ മാത്രമേ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു സ്പീഡോമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു മോഡ് സെറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഡിജിറ്റൽ മീറ്ററിനകത്ത് ലെഫ്റ്റ് സൈഡായിട്ട് കാണിച്ചിരിക്കുന്നത് ഫ്യൂവൽ ഗേജാണ്. ഫ്യൂവൽ ഗേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ക്ലോക്കിന് റൈറ്റ് സൈഡായിട്ടാണ് ഓഡോമീറ്റർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലാണ് നമ്മൾ സ്പീഡോമീറ്റർ ഒരു വലുതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്, അതാണ് 0 കാണിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഈ km/h എന്ന് എഴുതിയിരിക്കുന്ന മോഡലിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, നമ്മൾ ഓടിക്കുന്നത് ഇക്കോ മോഡിലാണെങ്കിൽ ഇക്കോ എന്ന് എഴുതി കാണിക്കും. മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്കോ മോഡ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്കോ മോഡിലാണോ വണ്ടി ഓടിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. അതിനുശേഷം ഇപ്പോൾ ട്രിപ്പ് മീറ്റർ, കുറേ അധികം ഫങ്ഷൻസ് ഈ ഒരു ചെറിയ സ്ക്വയർ മീറ്ററിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് മെയിനായിട്ട് വരുന്ന ട്രിപ്പ് 1 ആണ്. നമ്മളൊരു ട്രിപ്പ്, അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഓടിച്ച ഒരു കിലോമീറ്ററാണ് ഇതിനകത്ത് കാണിക്കുന്നത്, 2.4 കിലോമീറ്റേഴ്സ്. ആ 2.4 കിലോമീറ്റേഴ്സ് ഞാൻ ഒരു ആവറേജ് സ്പീഡ് 32.6 km/h സ്പീഡിലാണ് ആവറേജ് സ്പീഡിൽ വണ്ടി ഓടിച്ചത്. അത് എത്ര ടൈം ഞാൻ ആ ട്രാവലിങ്ങിന് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ പോകുന്ന സമയത്ത് ഇത്രയും ആ ട്രിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തരുന്ന രീതിയിലുള്ളൊരു ട്രിപ്പ് മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കലണ്ടർ കാണിക്കുന്നുണ്ട്, പക്ഷേ കലണ്ടർ തെറ്റാണ്, അത് സെറ്റ് ചെയ്യാനുണ്ട്. അതിന് സെറ്റ് ചെയ്യാനായിട്ട് ഹീറോയുടെ റൈഡ് ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പുമായിട്ട് നമുക്കിത് സിങ്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ട്രിപ്പ് 2 വന്നു. അത് കഴിഞ്ഞിട്ടൊരു ബ്ലൂടൂത്ത് പെയറിംഗ് ഓപ്ഷൻ വന്നു. ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഹീറോ റൈഡ് ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിലൊന്ന് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും മോഡ് മാറ്റാനും സെറ്റ് ചെയ്യാനും ഈവൻ നാവിഗേഷൻ ചെയ്യാൻ വരെ നമുക്ക് കഴിയും. നാവിഗേഷൻ മീൻസ് നമ്മൾ മാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് വാഹനമായിട്ടൊക്കെ റൈഡൊക്കെ പോകുന്ന സമയത്ത്. ഇതൊരു സ്കൂട്ടർ ആണെങ്കിൽ തന്നെ നമുക്കൊരു റൈഡ് പോകാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാണ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്നത് റിയൽ ടൈം ഫ്യൂവൽ എഫിഷ്യൻസിയാണ്, ഈ AV എന്ന് പറഞ്ഞ് കാണുന്നത്. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഈക്കോ മോഡിലാണെങ്കിൽ മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി ഇതിനകത്ത് കാണിക്കും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഈ കാണുന്ന കുറച്ച് ഇൻഡിക്കേഷൻസ് ആണ്. ആ ഇൻഡിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻജിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ട്. അതുകൂടാതെ ഇപ്പം ഞാൻ സൈഡ് സ്റ്റാൻഡ്
ഇട്ട സമയത്ത് ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്കൊരു ലോ ഫ്യൂൽ വാണിംഗ് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. പിന്നെ I3S ഉണ്ട്. I3S ഓടുന്ന സമയത്ത്, അതായത് നമ്മൾ ഐഡിലിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് I3Sൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ ഹൈ ബീമിൻ്റെ ഇൻഡിക്കേഷൻസ് കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വളരെയധികം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ തന്നെയാണ് നമ്മുടെ പുതിയ മൈസ്ട്രോ 125 എന്ന് പറയുന്നത്. 125 സെഗ്മെൻറ്റ് സ്കൂട്ടറിൽ തന്നെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്ററാണ് ഈ ഒരു സ്കൂട്ടർ, ഈ ഒരു പർട്ടിക്കുലർ സ്കൂട്ടർ എന്ന് പറയുന്നത്. നല്ല യൂസബിൾ ആയിട്ടുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഹീറോ പേറ്റൻറ്റഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജീസിന് അത് യൂസ് ചെയ്യുന്നുണ്ട്. എക്സെൻസ്, പിന്നെ I3S, അതുകൂടാതെ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് IBS ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. PGMFI, അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയിൽ തന്നെ അവരുടെ തന്നെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സെൻസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി തന്നെ, ഇത് 7-8 സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് വണ്ടിയുടെ ടോട്ടൽ പിക്കപ്പ്, യൂസബിൾ, ഡ്രൈവബിലിറ്റി എല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു ഹീറോയുടെ തന്നെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയുടെ പേരാണ് എക്സെൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ അധികം O2 സെൻസർ, ഓയിൽ ടെമ്പറേച്ചർ സെൻസർ, റോൾ ഓവർ സെൻസർ, പിന്നെ അതുകൂടാതെ തന്നെ ക്രാങ്ക് പൊസിഷൻ സെൻസർ, ഇങ്ങനെ കുറേ 8ഓളം സെൻസർ യൂസ് ചെയ്തിട്ടാണ് വണ്ടിയുടെ ഓവറോൾ ഫ്യൂവലിങ്, അതായത് നമ്മുടെ കമ്പഷൻ എങ്ങനെ നടക്കണം, വണ്ടിയുടെ പിക്കപ്പ് എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ച് വണ്ടി എങ്ങനെ മൂവ് ചെയ്യണം, ഈ വണ്ടി അതിനനുസരിച്ച് ഒരു മികവ് കാഴ്ചവെക്കുന്നതാണ്. ഏത് സ്പീഡിലും നല്ല ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് റൈഡ് ഫീലാണ് മൈസ്ട്രോ തരുന്നത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരം വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു സ്ലോ സ്പീഡ് ആയാലും ശരി, അത്യാവശ്യം ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഒരു പോട്ട് ഹോൾസിലൂടെ എല്ലാം കയറി പോകുമ്പോൾ പോലും നല്ല ഒരു സ്മൂത്ത് ഫീലൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, സ്പീഡ് എടുത്ത് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ സ്ലോ സ്പീഡിൽ പോകുമ്പോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഹാൻഡ്ലിങ്ങും അത്യാവശ്യം നല്ല മികച്ചിരിക്കുന്ന ഒരു ഹാൻഡ്ലിങ്ങാണ് തരുന്നത്. അതുകൂടാതെ തന്നെ ഒരു 125cc എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്കൊരു എഫേർട്ട്ലെസ് ആയിട്ട് ക്രൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 125 വിഭാഗത്തിൽ, അതായത് ഒരു 125 വിഭാഗത്തിൽ നല്ലൊരു സ്കൂട്ടർ തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല സ്മൂത്തറായിട്ടുള്ളൊരു എഞ്ചിനാണ്. വാഹനം കുറച്ച് ദൂരം ഓടിച്ച് അങ്ങനെ പോരായ്മകളായിട്ട് എടുത്തു പറയേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല. പിന്നെ ന്യൂ മൈസ്ട്രോ എഡ്ജ് 125cc ഒരു പ്രൈസ്, എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 80,400 രൂപയിലാണ്. അത് അലോയ് വീൽസ് വിത്ത് ഫ്രണ്ട് ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നത് അലോയ് വീൽസ്, പിന്നെ ഡിസ്ക് വരും, പിന്നെ പ്രിസ്മാറ്റിക് ആൻഡ് എക്സെൻസ്, അതായത് ഹീറോയുടെ റൈഡ് ഗൈഡ് എന്ന് പറഞ്ഞ ആപ്പ് കണക്ടിവിറ്റിയോട് കൂടി വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 89,700 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.